മനുഷ്യ മനസ്സാക്ഷിയെ അങ്ങേയറ്റം ദുരിതത്തിലായ മഹാദുരന്തമാണ് വയനാട്ടിൽ മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചത്. ഒരുപാട് പേരുടെ ജീവനും ഒരുപാട് പേരുടെ ജീവനോപാധികളും പൂർണ്ണമായി തകർന്ന് തരിപ്പണമാവുകയാണ് ഈ ദുരന്തം കൊണ്ട് നടന്നത്. ഈ ദുരന്ത സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദുരന്ത സ്ഥലം സന്ദർശിക്കുകയും അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുകയും അതേപോലെ റീൽസ് എടുക്കുകയും ചെയ്ത് കേരളത്തിനോടൊപ്പമാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായും വിഡ്ഢികളാക്കുന്ന സമീപനമാണ് അദ്ദേഹം നടത്തിയത്. കേരളത്തോടൊപ്പമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ പ്രധാനമന്ത്രി ദുരന്തം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും കേരളത്തിന് വേണ്ടി ഒരു ഫണ്ടും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചില്ല. കേരളത്തിൽ സംഭവിച്ച ദുരന്തത്തിന് ശേഷം ത്രിപുരയിലും ആന്ധ്രാപ്രദേശിലും സംഭവിച്ച പ്രകൃതി ദുരന്തത്തിന് ശേഷം ആ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് നൽകുകയും ചെയ്തു. കേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണോ എന്ന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സമീപനമാണ്, അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു. ഒരു രൂപ പോലും കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല. ഈ മഹാദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല. പൂർണ്ണമായി കേരളത്തിലെ ജനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് കൈയൊയ്യുകയാണ് ഉണ്ടായത്, പിന്നിൽ നിന്ന് കുത്തുകയാണ് ഉണ്ടായത്. കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് കേരളം തങ്ങളുടെ അവകാശമാണ് കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിച്ചത്, അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. പ്രധാനമന്ത്രിയുടെയോ BJPയുടെയോ വീട്ടിലുള്ള പണമല്ല കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചത്. കേരളത്തിലെ ജനങ്ങളെ അവകാശമാണ് കേന്ദ്ര ഗവൺമെന്റിനോട് കേരളീയ പൊതുസമൂഹം ചോദിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളീയ പൊതുസമൂഹം ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്.